നിങ്ങളെ ചോദിക്കുന്നു ചാറ്റ്. അച്ഛാ 1 മാസം കൊണ്ട് ഞാൻ വണ്ടി എടുക്കും. നിങ്ങൾ വേണ്ട, നിങ്ങൾ വെറുതെ എനക്ക് ചീത്തപ്പേര് ഉണ്ടാക്കാൻ വേണ്ടി വന്നേ കാര്യം. നിങ്ങൾ എനിക്ക് ചീത്തപ്പേര് ഉണ്ടാക്കുന്നുണ്ട് അച്ഛാ. ഈ ചാറ്റിൽ പറയുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ ഫാൻസ് ഇച്ചിമുള്ളീസ് ആണെന്നൊക്കെ പറഞ്ഞ കളിയാക്കുന്നവരും അല്ലെങ്കിൽ ഇച്ചിമുള്ളിയായിട്ടുള്ള ഫാൻസ് അവരവരുടെ സുഹൃത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അതുപോലെ മാത്രമാണ് ഞാൻ ഹാൻഡിൽ ചെയ്തത്. അതിനെ അതിന്റെ യഥാർത്ഥ തെറി വിളിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആ ഒരു അന്നത്തെ ഒരു അവസരത്തിന് തെറിയല്ല ഞാൻ വിളിച്ചത്. ഞാൻ അവനോട് ആരാ അറിയില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ നിന്റെ അപ്പച്ചനാന്ന് പറഞ്ഞു. അല്ല ഓന് നിങ്ങളെ അറിയാ വേറെ കാര്യം, എന്റെ അപ്പച്ചനല്ലെന്ന് പറഞ്ഞു. വെറുതെ ഇതാക്കാൻ ചോദിച്ചതാ. എടുത്താൽ മാത്രമേ വേറെ. പക്ഷെ നിങ്ങൾ അങ്ങനെ തന്തക്ക് പറയുന്ന ലെവലിൽ പറയണ്ടായിരുന്നു. നിങ്ങൾക്ക് തിരിച്ച് അതേ ലെവലിൽ തന്നെ തിരിച്ചു നോക്കാം. നിങ്ങളെ സംഭവം നിങ്ങളെ എനിക്ക് അറിയാം. വെറുതെ ഒന്ന് നോക്കാന്ന് വെച്ചിട്ട് ഇതാരാന്നെല്ലാം ചോദിച്ചതാ. അപ്പൊ നിങ്ങൾ തിരിച്ചു ചോദിക്കണം അതേപോലെ, അല്ലാണ്ട് തന്തക്ക് വിളിക്കല്ല വേണ്ട. മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നേരത്തെ ആ സ്പിരിറ്റിനെ നീ ഉൾപ്പെടെ ചിരിച്ചതാണല്ലോ ആ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക്. അല്ല അതിന് ശേഷം ഇത് നിന്റെ തന്താന്നെല്ലാം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും തന്തക്ക് വിളിയായി. മനസ്സിലായി ആടാന്ന് സീനായത്. ട്രിഗർ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് ട്രിഗർ ചെയ്തു. അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പം ആർക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നീ. അപ്പൊ നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനകത്ത് ഞാൻ ഇടപെടുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എന്റെ എല്ലോ ഡബ്ല്യൂ നോക്കിയിട്ടൊന്നുമല്ല ഞാൻ ഇടപെടുന്നത്. അത് ഞാൻ റെസിസ്റ്റ് ചെയ്യും അതിനെ. നിങ്ങൾ എന്റെ സ്നേഹം കൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നു. പക്ഷെ എനക്ക് മോശമായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കണം. അല്ല അത് മോശമാകാനോ നല്ലതാകാനോ നാട്ടുകാർക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കാനൊന്നും അല്ല ഞാനിത് ചെയ്യുന്നത്. ഫയാസ് എം ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ. ഇവിടെ ഒരു മാസം അച്ഛയ കണ്ടറോളി തന്തക്ക് വിളിച്ചാൽ മാസാണെന്നാണോ വിചാരം? ഒരു മാസം ഒരു മണ്ണാങ്കട്ടിയല്ല പറഞ്ഞത്. അന്നേരം അവൻ എന്നോട് പറഞ്ഞതിനുള്ള മറുപടി മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിന് അവനോട് ഇവൻ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോഴത്തേക്ക് ഞാനോട് സോറി പറയാടാ ശരി അച്ഛൻ സോറി പറയാൻ ട്രൈ ചെയ്ത് നമുക്ക് പറയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ആർക്കും സോറി വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവന്റെ കാര്യം പറഞ്ഞത് നിന്റെ സോറിയും വരുന്ന നമുക്ക് വേണ്ടെന്നുള്ള ലെവലിൽ സംസാരിച്ച് പിന്നെ അത് വിട്ട് അതടക്കം കഴിഞ്ഞ്. ഇവിടെ അത്രേ ഉള്ളു കാര്യം. ആരോടും എനക്കാ തെറി വിളിച്ച് അതൊന്നും അല്ല. സത്യം പറഞ്ഞ എനിക്ക് അവരെ അറിഞ്ഞുകൂടാ. സീരിയസ്ലി എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അകപ്പെടെ അറിയാവുന്ന നമുക്ക് സായിപ്പിനെ അറിയാം, നമ്മൾക്ക് വർത്താനം പറഞ്ഞാണ്. പിന്നെ മറ്റേ ഈഗിളിനെ അറിയാം, പിന്നെ മറ്റേ പെങ്കൊച്ചിനെ അറിയാം. ഇത്രയും മറ്റേ പൂച്ചക്കുട്ടീനെ പിടിച്ചിരിക്കുന്ന കുട്ടിയുണ്ടല്ലോ നിങ്ങളുടെ ഗെയിമർ. പൂച്ചക്കുട്ടിനെ പിടിച്ചിരിക്കുന്ന ആരാണോ? പൂച്ചക്കുട്ടിയോ? ഇടയ്ക്ക് വരത്തില്ലായോ നമ്മുടെ ലൈവില്? ലൈറ്റ്സ് ഗെയിമിങ്ങിനെ അറിയുന്ന നിങ്ങൾക്ക് അങ്ങനെ കാസ്ട്രോനെ അറിയാണ്ടാവുന്നത്. എനിക്ക് അങ്ങനെ കാസ്ട്രോ നീ എപ്പോഴെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? അതില്ല. പക്ഷെ അപ്പൊ അതിനകത്ത് 2 പേര് ഇരിപ്പുണ്ട് ആ ഫ്രണ്ടില്. നീ കാസ്ട്രോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കാസ്ട്രോ, എനിക്ക് ആളെ മനസ്സിലായില്ല. അതാണ് ഞാൻ അവിടെ നിന്നിട്ട് കാസ്ട്രോ എന്ന് പറഞ്ഞു. അതിന് അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചിട്ട് പേരെന്താ, എവിടെ വീടെന്ന് ചോദിച്ചു. ഇതൊക്കെ കളിയാക്കിയതാന്ന് പറഞ്ഞു. അതുപോലെ നീ വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് ഞാൻ നീ കുഞ്ഞാവയാണോ എന്ന് ചോദിച്ചതിന് ഇന്നോവയാണോ എന്ന് നോക്കിയ മനുഷ്യന്മാരും ഉണ്ട്. അപ്പൊ ഓരോരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കാണ് നമുക്ക് തന്നെ ഭയങ്കര ഇതായിട്ട് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാല് ആര് എല്ലിട്ടാലും ആര് ഡബ്ല്യൂ ഇട്ടാലും എനിക്ക് പ്രശ്നമില്ല. കാര്യം ഞാൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടിയിട്ട് ഞാൻ വർത്താനം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ നെഗറ്റീവും പോസിറ്റീവും നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ തന്നെ ആയിരിക്കും ഇനിയും. ഓക്കെ അതോട് എന്തേലും ആട്ടെ. അവിടെ ഓക്കെ 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 ഇടക്കാരും പറഞ്ഞ ഡൗൺ ഇടക്കാരും പറയാലോ. ഇതൊരു നമ്മക്കോ നിങ്ങൾക്ക് പണിഷ്മെന്റ് പണിഷ്മെന്റ് അല്ലല്ലോ. 5 മണിക്ക് ഷൂട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാര്യം പറയട്ടെ, നിങ്ങളെ തെറി വിളിച്ചതിൽ നിങ്ങൾക്ക് ഒരു എത്ര മാസം എത്ര ടൈം ബാങ്ക് കൊടുക്കണം? ചാറ്റ് പറ. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ടുണ്ട് പോലെ. അത് വെച്ച് നീ എന്നെ ബാനാക്കാൻ നോക്കണ്ട. എന്തായാലും നാളെ രാവിലെ 5 മണി തൊട്ട് എനിക്ക് സ്റ്റാർട്ടാ. ഓക്കെ ഞാൻ പോയിട്ടോ ഞാൻ എന്തായാലും പോട്ടെ. താമസം ഞാൻ ഇന്ന് കണ്ണൂർ പോവാം. ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ട് വരും. നാളെ കഴിഞ്ഞ് മറ്റന്നാ ഇവിടെ ഉണ്ടാക്കണം. അതെന്താണ്ടി ഉണ്ടാക്കണം? നിങ്ങൾ പറയുന്നത് ഇട്ട് തുള്ളാൻ കയറി കഴിയില്ല. വിട്ടോ ബൈ.